എന്താണ് ഈ ട്രാൻസ്ജെൻഡർ? അതായത് നമുക്കറിയാവുന്ന പോലെ ഒരു കുട്ടി ജനിക്കുമ്പോൾ 2 ഡിഫറെന്റ് ജെൻഡേഴ്സ് ആണ്, മെയിൽ ആൻഡ് ഫീമെയിൽ. ഇത് കൂടാതെ നമ്മൾ കൂടുതലായിട്ടും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നമ്മൾ ഈ ഇടയായിട്ട് അഭിമുഖീകരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ടത് ആവശ്യമാണ്. കാരണം ജെൻഡർ എന്ന് പറയുന്ന ഒരു സംഗതി ബൈനറി അല്ല. അതായത് എ ബിയും പറയുന്ന പോലെ അല്ല ട്രാൻസ്ജെൻഡർ. അതായത് നമുക്കൊരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ സാഹചര്യങ്ങൾ അനുസരിച്ച്, ആ കുട്ടിക്ക് ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് ആ കുട്ടിക്ക് തിരിച്ചറിവ് വരുന്നു. അപ്പോൾ ജെൻഡർ എക്സ്പ്രഷൻ, ജെൻഡർ ഐഡന്റിറ്റി എന്നാണ് നമ്മൾ ഈ 2 കണ്ടീഷൻസിന് പറയുന്നത്. അപ്പൊ ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡേഴ്സിനാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അതായത് ഒരു മെയിൽ ആയിക്കോട്ടെ ഒരു ഫീമെയിൽ ആയിക്കോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് അവർ പറയുന്നു അവർക്ക് ഈ ജെൻഡറിനോട് താല്പര്യമില്ല, അല്ലാതെ അവർക്കൊരു വേറെ ജെൻഡറിലോട്ട് മാറണം. അപ്പൊ അത് വരുന്നതാണ് ഈ ട്രാൻസ്ജെൻഡർ. കേരള ഗവൺമെന്റ് കുറെ രീതിയിലുള്ള ഹെൽപ്പ് സപ്പോർട്ട് സ്കീംസ് നടത്തുന്നുണ്ട്. നമ്മുടെ എന്താണ് ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി എൻഡോക്രിനോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ വളരെ വാല്യൂബിൾ ആണ്. ജെൻഡർ റീപ്ലേസ്മെന്റ്, അതായത് ജെൻഡർ ട്രാൻസ്ഫോർമേഷന് വേണ്ടി ആവശ്യമുള്ള ഹോർമോൺസ് അഫർമേറ്ററി ഹോർമോൺസ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് മെയിൽസിനാവുമ്പോൾ അത് ഫീമെയിൽ ജെൻഡറിന് ആവശ്യമുള്ള ഹോർമോൺ നമ്മൾ കൊടുക്കണം. ഇതിനു മുമ്പായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു സൈക്കാട്രി ഒപ്പീനിയൻ എടുക്കണം. കാരണം ഒരു ജെൻഡർ മാറ്റുന്നത് പോലെ എളുപ്പമല്ല. കാരണം തിരിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഒരു എൻഡോക്രിനോളജിസ്റ്റിനെയും ഒരു സൈക്കാട്രിയുടെയും ഒപ്പീനിയൻ വാങ്ങിച്ച ശേഷമായിരിക്കണം ഇതിനു വേണ്ടി അടുത്ത ലീഗൽ സ്റ്റെപ്സിനോട്ടും പോകേണ്ടത്. അപ്പോൾ ഈയിടെ കാണുന്ന വേറൊരു പ്രോബ്ലമാണ് ജെൻഡർ സ്റ്റിഗ്മ. അപ്പോൾ ജെൻഡർ സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ തന്നെ ആവാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരെ ആവാം, നമ്മുടെ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ തരം താഴ്ന്ന രീതിയിൽ കാണുന്നു. തീർച്ചയായിട്ടും ജെൻഡർ സ്റ്റിഗ്മ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനുശേഷം ജെൻഡറിന് ആവശ്യമുള്ള എന്തൊക്കെ ഹോർമോൺസ് ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് പെട്ടെന്ന് നമുക്ക് നടത്താൻ പറ്റും, ഒരു വർഷം കഴിഞ്ഞ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് കുറിച്ച് എല്ലാ ഡിസ്പ്ലേഷൻ തരും. ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു സേഫ് ഹാൻഡ്സിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ.